ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാർ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പയർ മെഴുക്ക് പുരട്ടി വെക്കാം. ഉച്ചയൂണിനായിട്ട് ഒരു പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പയർ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിക്ക് നീളത്തിലാണല്ലോ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് അതിനുള്ള പാത്രം അടുപ്പത്തിൽ വെച്ച് തീ കത്തിക്കാം. പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക് കീറിയത് കൂടി ഇടാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കീറി വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും കടുകും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനിയും അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയർ കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2-3 വത്തൽമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, എണ്ണ തന്നെ മതി. പച്ചക്കറിക്കകത്തെല്ലാം കുറച്ച് വെള്ളമുണ്ടല്ലോ, പയറിനൊക്കെ വെള്ളമുണ്ട്. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെന്താൽ മതി. ഇതാ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ പയർ മെഴുക്ക് പുരട്ടി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വാദുണ്ടോ എന്ന് നോക്കാം. കൊള്ളാം, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഉച്ചയൂണിനുള്ള കറികളൊക്കെ റെഡിയാക്കിയോ? അപ്പോൾ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.